കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെതിരെ വീണ്ടും എസ് രംഗത്ത് വന്നു. പ്രിൻസിപ്പൽ പെരുമാറുന്നത് ഏകാധിപതിയെ പോലെയെന്നാണ് എസ് പറയുന്നത്. പ്രിൻസിപ്പലിന്റെ സമീപനമാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. പ്രിൻസിപ്പലെ പുറത്താക്കുന്നതുവരെ സമരം തുടരുമെന്നും എസ് യൂണിറ്റ് സെക്രട്ടറി സായൂജ് വ്യക്തമാക്കി. ഞാൻ പറയുന്ന കാര്യമാണ് ശരി, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ അവിടുത്തെ അധ്യാപകരാണെങ്കിൽ പോലും എതിർത്തൊരു കാര്യം സംസാരിക്കാൻ സമ്മതിക്കില്ല. കാരണം പേടിപ്പിച്ച് നിർത്തുക, അതായത് അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും പേടിപ്പിച്ച് നിർത്തുന്ന ഒരു സ്ഥിതിയാണ് കോളേജിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. കുറേ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് സാർ അവൻ്റെ ആഞ്ഞടിക്കുന്നത്. ഒരു നല്ല രീതിയിൽ ഏതൊരു ഹെൽപ്പ് ഡെസ്ക് കിട്ടിയതിൻ്റെ പേരിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയെടുത്തതൊക്കെ പ്രിൻസിപ്പൾ തന്നെയാണ്. ഇത് ആദ്യത്തെ ഒരു പ്രശ്നമാണെങ്കിൽ ഇതൊരു കോംപ്രമൈസിൽ നിൽക്കാൻ, പക്ഷേ ഇത് ആദ്യത്തെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രശ്നങ്ങളില്ല, ഒരുപാട് പ്രശ്നങ്ങൾ പ്രിൻസിപ്പളുടെ ഭാഗത്തു നിന്ന് കോളേജിലേക്ക് ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ. യഥാർത്ഥത്തിൽ ഈ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തും പിഴവുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നു. SFIക്കാർ അദ്ദേഹത്തോട് കയ്യാങ്കളിക്ക് പോയി എന്നുള്ളത് മറ്റപരാധം. ഇവയ്ക്ക് നടുവിൽ എവിടെയാണ് സത്യം? ഗുഡ് മോർണിംഗ് SKN. കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പ്രിൻസിപ്പലാണ് മർദ്ദിച്ചത് എന്ന് വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത് എന്ന് കാണിച്ചുകൊണ്ട് പ്രിൻസിപ്പലും പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നുമുണ്ട്. ഒരു 2 ദിവസത്തെ അവധി നൽകിയിരുന്നു കോളേജിലെ ഈ ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ. പിന്നീട് ഹൈക്കോടതി മതിയായ സുരക്ഷ ഒരുക്കി ക്ലാസുകൾ തുടങ്ങണമെന്നുള്ള നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പോലീസ് സുരക്ഷാ സന്നാഹത്തിലാണ് കോളേജിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ കോളേജ് പ്രിൻസിപ്പലിന് ചോദ്യം ചെയ്യുന്നതിന് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് കൊയിലാണ്ടി പോലീസ് നോട്ടീസ് നൽകുകയും അതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സ്റ്റേഷനിലേക്ക് വരികയും ചെയ്തു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ പ്രിൻസിപ്പൽ അറസ്റ്റിലായി എന്ന് കാണിച്ചുകൊണ്ടുള്ള വാർത്ത നൽകിയിരുന്നു. അതിനെതിരെ പ്രിൻസിപ്പൽ ഇപ്പോൾ നടപടി ആരംഭിച്ചിട്ടുണ്ട്. സൈബർ സെല്ലിൽ പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ SFI പ്രിൻസിപ്പലിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. പ്രിൻസിപ്പൽ ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവരുടേതായ അഭിപ്രായങ്ങളൊന്നും തന്നെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ ഏകാധിപതിയെ പോലുള്ള ഈ പെരുമാറ്റമാണ് ഇത്തരം ഈ വിഷയങ്ങളുടെ എല്ലാം തന്നെ കാരണം എന്നാണ് SFI യൂണിറ്റ് സെക്രട്ടറി PT സായൂജ് ആരോപിക്കുന്നത്. ഒപ്പം തന്നെ പ്രിൻസിപ്പലിനെ പുറത്താക്കുന്നവരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരാനും SFI തീരുമാനിച്ചിട്ടുണ്ട്. നിയമ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു, ഒപ്പം തന്നെ പ്രതിഷേധവുമായി SFI മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധത്തിനിടയിലാണ് പ്രിൻസിപ്പലിൻ്റെ കയ്യും കാലും തല്ലിയെടുക്കും എന്ന് പറഞ്ഞ ഒരു SFI നേതാവുണ്ട്, അവിടുത്തെ ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി. ആ വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യവുമായിക്കൊണ്ട് പ്രിൻസിപ്പൽ മുന്നോട്ട് വരുന്നു. ഒപ്പം ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും എന്ന കാര്യം കൂടി പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു.